നമസ്കാരം. സോംജീസ് മിററിൽ മണി ടാക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ സെപ്റ്റംബറിലെ ആദ്യത്തെ ട്രേഡിൽ മാർക്കറ്റ് നന്നായി ഉയരുകയുണ്ടായി. ഷാങ്ഹായ് കോർപ്പറേഷൻ സബ്മിറ്റിൽ മോദിയുടെ പ്രകടനവും പുട്ടിൻ്റെ പ്രകടനവും ഒക്കെ കണ്ട് മാർക്കറ്റ് അല്പം പോസിറ്റീവായി ചിന്തിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിനുശേഷം ഇന്ന് രാവിലെ നല്ല ഉയർച്ചയിലേക്ക് വന്നതാണ്. 100-125 പോയിന്റുകളൊക്കെ ഉയർന്ന് 750 മുകളിലേക്ക് വന്നു. പക്ഷെ അതെല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ക്ലോസിംഗ് നടന്നത്. 45 പോയിന്റോളം താഴെ 24,579 ക്ലോസ് ചെയ്തു നിഫ്റ്റി. അപ്പോൾ മാർക്കറ്റ് ഒരു സെല്ലിംഗ് എപ്പോൾ പ്രതീക്ഷിക്കണം? ഉയർന്നു വരുന്ന സമയങ്ങളിലൊക്കെ സെല്ല് ചെയ്യുക എന്ന ടെൻഡൻസിയിലാണ്, അല്ലെങ്കിൽ മനോഭാവത്തിലാണ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൈസ് ഓൺ സെല്ലിംഗ് ആണ്. എല്ലാവരും ലാഭം എടുക്കാൻ ഉദ്ദേശിക്കുന്നു. മാർക്കറ്റിന് പ്രത്യേകിച്ച് പ്രതീക്ഷ നൽകുന്ന ട്രിഗർ നൽകാൻ പറ്റിയ ചലനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോഴും കയ്യിലുള്ളത് ലാഭത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഒരല്പം ക്യാഷുമായി മാറി നിൽക്കുക എന്നുള്ള സമീപനമായിരിക്കും എല്ലാവരും തന്നെ സ്വീകരിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ദിവസങ്ങളിലും മാർക്കറ്റ് വോളറ്റൈൽ ആവാനുള്ള സാധ്യത തന്നെയാണ്. ഇതുപോലുള്ള ചലനങ്ങൾക്ക് മാത്രമേ സാധ്യത കാണുന്നുള്ളൂ. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് ഉടലെടുക്കേണ്ടിയിരിക്കുന്നു. അതിന് ഇനി അടുത്ത് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്ന GST പരിഷ്കരണത്തിന്റെ അവലോകനം വരുന്നതാണ്. നാളെ കഴിഞ്ഞൊക്കെയാണ് GST കൗൺസിൽ യോഗം ചേരുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അത് നടപ്പിൽ വരുന്ന ദിവസങ്ങൾ അറിയിക്കും. അതിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ മാർക്കറ്റിന് ചിലപ്പോൾ ഒരല്പം മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പോസിറ്റിവിറ്റി അതിലുണ്ടാകുമോ എന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും. 24,800-850 ലെവലൊന്ന് ശക്തമായി കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിന് മുന്നോട്ട് ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ല, താഴോട്ടാണെങ്കിൽ 250-300 ലെവല് കഴിഞ്ഞ് കടക്കാതെ പൊളിയാതെ നോക്കുകയും വേണം. എന്നാലേ മാർക്കറ്റിനെ ഈ രീതിയിൽ പിടിച്ചു നിന്ന് നല്ലൊരു പോസിറ്റീവ് ട്രിഗറിൽ കുതിക്കാനാവുകയുള്ളൂ. അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അടുത്തല്ലെങ്കിലും നമ്മളുടെ ഒരു 6 മാസത്തിനിടയിലുള്ള കാലാവധിയിൽ തീർച്ചയായിട്ടും നിഫ്റ്റിക്ക് പുതിയ ഹൈ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. 26,300 മുകളിൽ അല്ലെ, അങ്ങനെ എന്തോ ഒരു ഫിഗറാണ് ഈ നിഫ്റ്റിയുടെ എല്ലാ കാലത്തെയും ഹൈ എടുക്കണതെന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു 6 മാസത്തിനിടയിൽ ഭേദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലോക മാർക്കറ്റുകളെല്ലാം ഹൈയിൽ നിൽക്കുകയാണ്. എക്കാലത്തെയും ഹൈയിൽ നിൽക്കുകയാണ് ലോക മാർക്കറ്റുകൾ അധികവും, US ഉൾപ്പെടെ. ആ സമയത്താണ് നമ്മളുടെ മാർക്കറ്റ് അണ്ടർ പെർഫോം ചെയ്ത് ഒരു 5-6 മാസമായി ഏറ്റവും മോശം നിലയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. അതിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒരു ട്രിഗർ കണ്ടെത്തിയാൽ മാത്രമേ ഇതിന് ഉയരാനുള്ള വഴി കാണുന്നുള്ളൂ. അത് ഉടനെ സംഭവിച്ചില്ലെങ്കിലും അടുത്ത കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റ് നോക്കിയാൽ രാവിലെ നല്ല രീതിയിൽ ഉയർന്നു. FMCG കൗണ്ടറുകളൊക്കെ നന്നായി വന്നു. IT മേഖലയിൽ നിന്നുള്ള കമ്പനികൾ മികച്ചു നിന്നു. ഹോസ്പിറ്റാലിറ്റി പിന്നെ ഷുഗർ കമ്പനികളുടെ എല്ലാം അതിൻ്റെ മൊളാസസിന് ഉള്ള നിയന്ത്രണമൊക്കെ എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് എത്ര വേണേ ഈതയിൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നുള്ള പ്രതികരണമൊക്കെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ സെക്ടറെല്ലാം ലൈം ലൈറ്റിലേക്ക് വന്നു. എല്ലാ കമ്പനികളുടെയും ഷുഗർ കമ്പനികളുടെ ഷെയറുകളും നല്ല രീതിയിൽ ഉയരുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ ഇടയിലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അതായത് FMCG
സെക്ടറിൽപ്പെട്ടവര്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഇങ്ങനെയുള്ളതിനൊക്കെ GST വരുന്ന മാറ്റത്തിനനുസരിച്ച് തീർച്ചയായിട്ടും ഒരു നിക്ഷേപത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സെക്ടറുകൾ നോക്കി വയ്ക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. നമ്മുടെയൊക്കെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ഷെയറുകളുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 വീലർ സെയിലിന്റെ റിപ്പോർട്ടുകളൊക്കെ വന്നപ്പോൾ നമ്മളുടെ ബജാജ് ഓട്ടോ നല്ലതായിട്ട് മുന്നേറിയിട്ടുണ്ട്. അതിപ്പോ ഒരു 9,000-ന് മുകളിൽ എത്തിയിട്ടുണ്ട്. അതിനെ ഒരു 11,000-ന് മുകളിലേക്ക് 11,200, 11,500 ലെവലിലേക്ക് വേണ്ടി നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു ഷെയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപാട് ദൂരെയൊന്നും അല്ലാതെ തന്നെ ആ ലെവല് കടന്നു പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റിൽ കുറെ കാലമായി വലിയ ഇതില്ലാതെ താഴോട്ട് വന്ന ഒരു ഷെയറാണ് ബജാജ് ഓട്ടോ. അപ്പോൾ അതിന്റെ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത ഇപ്പോഴത്തെ അതിന്റെ വിൽപ്പനയുടെ ഫിഗറുകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസമാണ് അതിനെ 9,000-ന് മുകളിലേക്ക് എത്തിച്ചത്. 9,100-ന് മുകളിൽ എത്തിയിരുന്നു. എന്നിട്ട് വീണ്ടും അതിപ്പോ 9,040 മറ്റേ കിടക്കുന്നു. അതുപോലെ തന്നെ കോഫോർജ്, ടൈറ്റാന്റെ വിധി എന്താകുമെന്ന് GST-യിൽ നല്ലൊരു കുറവ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലാഭത്തിനും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ടൈറ്റാൻ. അതിപ്പോ കിടക്കുന്നത് 3,640. അപ്പൊ ടൈറ്റാൻ ഒരു സ്കോപ്പുള്ള കമ്പനിയാണ്. പിന്നെ എപ്പോഴും പറയാറുള്ള കോഫോർജ്, ഇത്രയും കമ്പനികളൊക്കെ നിങ്ങൾക്ക് സാധ്യതകൾ എപ്പോഴാണ് താഴോട്ട് വരുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. അല്ലാതെ അതിന്റെ കയറി പോണ ദിവസങ്ങളിൽ പോയി അതിന് ചാടി വാങ്ങിക്കോളണം എന്നൊന്നും അല്ലാട്ടോ. ഇതൊന്നും നമ്മൾ നിരീക്ഷിക്കുക. നിരീക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പ് വരുന്ന ഓരോ സമയങ്ങളിൽ മാത്രം അതിൽ പതിയെ നിക്ഷേപങ്ങൾ ആരംഭിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. മൊത്തം നിക്ഷേപിച്ചിരിക്കാനോ അങ്ങനെയൊന്നും അല്ല ഒരിക്കലും ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇങ്ങനെ വോളറ്റൈൽ തന്നെ ആയിരിക്കും കുറച്ച് നാളുകൾ കൂടി എന്ന് എനിക്ക് തോന്നുന്നു. ട്രംപിന്റെ ടാരിഫിന് ഒരു തീരുമാനമായി. ആ തീരുമാനത്തിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പലരും പ്രതീക്ഷിക്കുകയാണ്. വെറുതെ പ്രതീക്ഷിക്കുന്നതാകാം. എന്നാൽ തന്നെയും മാർക്കറ്റിൽ അതിന് ചില സാധ്യതകൾ കാണുന്നുണ്ട് പലരും. അമേരിക്കയ്ക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് അമേരിക്കക്കാർ പലരും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ മേൽ അവിടുത്തെ ജനങ്ങളുടേതായ ഒരു പ്രഷർ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് ആളുകൾ ഇന്നൊരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. എനിവേ, പുടിനും ലീജിങ്ങും നമ്മുടെ മോദിയും ഒക്കെ കൂടെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു ഭീതിയുടെ അന്തരീക്ഷമുണ്ട് അമേരിക്കക്കാർക്ക്. അല്ലെങ്കിൽ അമേരിക്കക്കാർക്ക് ഒരു ഭയപ്പാടിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. കാരണം അവരുടെ കൺട്രോളിൽ നിൽക്കുന്നവരല്ല ഇവരൊന്നും എന്ന് തോന്നൽ വരുന്നുണ്ട്. എക്കണോമിക്കും അതിൻ്റെതായ ഒരു ഡ്രോബാക്ക് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പ്രഷറായി അത് ഇന്ത്യക്ക് അനുകൂലമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് പലരും കണക്ക് കൂട്ടുന്നത്. എനിവേ, ഇന്ത്യക്ക് അത് ടാരിഫ് അനുകൂലമായാലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. അവർ ടാരിഫ് ഏർപ്പെടുത്തിയാലും ഇല്ലെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് നമ്മളുടെ എക്കണോമിയെ മുന്നോട്ട് നയിക്കേണ്ട ബാധ്യത മോദിക്കുണ്ട്. മോദി അത് കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹം നടപ്പാക്കുന്ന ഓരോ പദ്ധതികളും ഇന്ത്യൻ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ട് ഇതുവരെ. ഇന്ന് സെമി കണ്ടക്ടർ മേഖലയിലെ ആദ്യത്തെ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, ആദ്യത്തെ ചിപ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മോദി പറഞ്ഞതും അത് തന്നെയാണ്. CG പവർ കമ്പനിക്ക് ഒരു സാധ്യത കൂടി കാണുകയാണ് എല്ലാവരും. അവരുടെ ചിപ്പ് മേക്കിംഗ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ CG പവറിന് വീണ്ടും ഒരു നിക്ഷേപ സാധ്യത കൂടി വരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത് നന്നായി ഉയർന്നു. അത് താഴെ വന്നതായിരുന്നു ഒരുപാട്. പക്ഷെ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 730, 740 ലെവലിലൊക്കെയാണ് വന്നത്. അത് തീർച്ചയായിട്ടും 1000-ന് മുകളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ നിക്ഷേപ സാധ്യതയുമായി പലരും പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, 800-ന് താഴെയാണ്, അല്ലെങ്കിൽ 730, 740 ലെവലൊക്കെ നിക്ഷേപ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്.
എനിക്കതിൽ നിക്ഷേപം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ അങ്ങനെ വാച്ച് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഈ ഇടയ്ക്ക് അത് താഴോട്ട് വന്നപ്പോൾ ഞാനതിനെ വാച്ച് ചെയ്യാൻ തുടങ്ങിയൊരു ഷെയറാണ്. ഇപ്പോഴത് അതിൽ നിന്നൊക്കെ കുറച്ച് കയറി കഴിഞ്ഞു. എനിവേ, ശ്രദ്ധിക്കാവുന്ന ഒരു സെമി കണ്ടക്ടർ ഉൽപാദന മേഖലയിലേക്കും കൂടി ഉള്ളതുകൊണ്ട് അതിനൊരു സാധ്യത, അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് വിപുലമായ ഒരു സാധ്യത കാണുന്നുണ്ട്. എനിവേ, ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാമെന്ന് കരുതിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, എനിവേ, വീണ്ടും കാണാം. താങ്ക് യു.